പിണറായി വിജയൻ സർക്കാരിന്റെ വിലയിരുത്തലാകും നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ MP ശ്രേയാംസ് കുമാർ 24-നോട്. VD സതീശൻ രാഷ്ട്രീയ വനവാസ പ്രഖ്യാപനത്തിൽ നിന്നും പുറകോട്ടുപോയി. LDF-ന് ഭരണ തുടർച്ച ഉറപ്പാണെന്നും MP ശ്രേയാംസ് കുമാർ പ്രതികരിച്ചു. ഈ ജൻസി വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അട്രാക്ട് ചെയ്യാൻ ഇടതുമുന്നണിക്ക് എത്രമാത്രം പറ്റും? ചെറുപ്പക്കാർ, വലിയ രാഷ്ട്രീയ ബോധം ഇല്ലാത്തവർ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമില്ലാത്തവർ, ടെക്നോക്രാറ്റുകൾ, ടക്കികൾ, ഇവരൊക്കെ. അതിനിപ്പോൾ ഈ സർക്കാർ ചെയ്തിട്ടുള്ളത് പ്രധാനപ്പെട്ട ഘടകം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ, അതുപോലെ സ്കില്ലിംഗ്, റീസ്കില്ലിംഗ്, അപ്സ്കില്ലിംഗ്, ഈ മേഖലയിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. കാരണം ഇനി വരാൻ വേണ്ടി പോകുന്ന തൊഴിലവസരം എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മൾ പറയുന്നത് കേരളത്തിലെ ചെറുപ്പക്കാർ പഠനത്തിന് വേണ്ടിയിട്ടും ജോലിക്ക് വേണ്ടി വിദേശത്ത് പോകുന്നു എന്നുള്ളതാണ്. അതിന് കാരണം എന്താ? അവർ വിചാരിക്കുന്ന രീതിയിലുള്ള പഠന കേന്ദ്രങ്ങൾ ഇവിടെ ഇല്ല. ഇവിടെ യൂണിവേഴ്സിറ്റീസ് വരാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ പഠിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ? ജോലി, ഇല്ലെങ്കിൽ ആന്ത്രപ്രണേഴ്സ് ആവണം. ഇപ്പോൾ പഴയ ആൾക്കാരും സംരംഭമാണ് താല്പര്യമുള്ളത്. അതിൽ തന്നെ നോക്കുകയാണ് ഇപ്പോൾ കേരളം പിന്നെ എന്താ പറയുക, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റായിട്ട് കേന്ദ്രം തന്നെ പ്രഖ്യാപിച്ചിട്ട് നമ്പർ 1 ഇൻ ഇന്ത്യ. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്തായിരിക്കും? ഞാനീ പറഞ്ഞ പോലെ 10 വർഷത്തെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കാഴ്ചപ്പാട് കൂടിയുള്ള ഭരണം തന്നെയാണ്, ഒരു സംശയമില്ല. അതെല്ലാ മേഖലയും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇപ്പം സാമൂഹ്യ സുരക്ഷ, ഇപ്പം 4000 കോടി രൂപയാണ് ഈ മാസം കൊടുക്കുന്നത് 2 മാസത്തെ പെൻഷനായിട്ട്. അതുപോലെ തന്നെ പിന്നെ സ്ത്രീ സുരക്ഷ, അതിനുള്ള പിന്നെ എന്താ പറയുക, ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് 1000 രൂപ കൊടുക്കുന്നു. കുട്ടികൾക്ക് പിന്നെ സ്കോളർഷിപ്പ് നൽകുന്നു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഈ സാമൂഹ്യ സുരക്ഷയും, അപ്പോൾ എല്ലാവിധ നമ്മളുടെ സംസ്ഥാനത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും സ്പർശിക്കുന്ന ഒരു ഭരണമാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ പ്രിസൈസ് ചെയ്താൽ 10 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ ഭരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തുന്നത്. അതിൽ വികസനവും അതുപോലെ തന്നെ ക്ഷേമവുമാണ് വിലയിരുത്തുന്നത്. വികസനവും ക്ഷേമവും ഭാവിയും, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഞാൻ നേരത്തെ പറഞ്ഞു 5 വർഷത്തെ കാര്യമല്ല നോക്കേണ്ടത്. 2035, 2040, 2045 ആകുമ്പോൾ കേരളം എങ്ങനെ ആവണം എന്നുള്ളതിൻ്റെ കാഴ്ചപ്പാടാണല്ലോ. ആ കാഴ്ചപ്പാടുണ്ട് എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത. അത് ജനങ്ങൾ വിലയിരുത്തും, പ്രത്യേകിച്ച് ജൻസി വിലയിരുത്തുന്നതാണ് എൻ്റെ പിന്നെ ഉറച്ച വിശ്വാസം. ഈ ഭരണ തുടർച്ച ഉണ്ടാവുമെന്ന് നിങ്ങൾ LDF നേതാക്കൾ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ UDF വലിയ കോൺഫിഡൻസ് പ്രകടിപ്പിക്കുന്നു. സതീശൻ പറഞ്ഞിരിക്കുന്നത് 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം എന്നാണ്. അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞല്ലോ. അത് ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പറഞ്ഞതെന്നും തിളക്കമാർന്ന വിജയമില്ലെങ്കിൽ വനവാസത്തിന് പോകുന്നുള്ളതാണ്. അപ്പോൾ 100 സീറ്റോടെ പോയി, ആ കോൺഫിഡൻസോടെ പോയി. ഇപ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജിന് വളരെ വീക്കല്ലേ. ഓരോ ദിവസം കഴിയും തോറും LDFൻ്റെ സാധ്യത വർദ്ധിച്ചു വരികയാണ്. ഒരു 2 മാസം മുമ്പത്തെ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. കാരണം ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്താണ് ഈ ഗവൺമെൻറ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ UDFനേക്കാൾ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. 3ാം LDF സർക്കാർ ഉറപ്പിക്കും. യെസ്. വളരെ കൃത്യമായി കൈ ഉയർത്തിക്കൊണ്ട് തന്നെ MP ശ്രേയാംസ് കുമാർ പറയുകയാണ് 3ാം ഇടത് ഭരണ തുടർച്ച ഉറപ്പാണെന്ന്. മാത്രമല്ല ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു, ബാക്കി എല്ലാ ഇടത് നേതാക്കളും പറയുന്നത് വികസനവും ക്ഷേമവുമാണ്, അതിലപ്പുറം ഭാവിക്ക് കൂടിയാണ് യുവത വോട്ട് ചെയ്യുക എന്ന്. ക്യാമറാമാൻ രാജേഷ് വളരിക്കൊണ്ടിനൊപ്പം ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.